ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും JK തോട്ട്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു കൂറ്റൻ ആപ്പിൾ മരത്തിൻ്റെ കഥയാണ് പറയാൻ പോകുന്നത്. പണ്ടൊരു ഗ്രാമത്തിൽ ഒരു കൂറ്റൻ ആപ്പിൾ മരം ഉണ്ടായിരുന്നു. ഒരിക്കൽ ഒരു കുട്ടി ആ മരത്തിന് ചുറ്റും കളിക്കാനായി വന്നു. ആ കുട്ടിയുടെ പേര് ജോണി എന്നായിരുന്നു. ജോണിയെ കണ്ടതും മരത്തിന് വല്ലാത്ത സന്തോഷം തോന്നി. അവനോടൊരു പ്രത്യേക സ്നേഹം തോന്നി. മരം ജോണിയോട് പറഞ്ഞു, ഹലോ കുഞ്ഞേ, എന്നോടൊപ്പം വന്ന് കളിക്കൂ. ഇത് കേട്ട ജോണി, എനിക്ക് മരത്തിൻ്റെ ചില്ലകളിൽ ചാടിക്കളിക്കാനാണ് ഇഷ്ടം. കുട്ടിക്ക് മരത്തെ നന്നായി ഇഷ്ടമായി. ജോണി ചില്ലകളിൽ ചാടി മറിയുകയും ആപ്പിൾ പറിച്ച് കഴിക്കുകയും ഒക്കെ ചെയ്തു. ജോണി മരത്തിനൊപ്പം കളിക്കുന്നത് പതിവാക്കി. എന്നാൽ ക്രമേണ ജോണി വലുതാകുന്നതിനൊപ്പം മരത്തിൽ കളിക്കാനുള്ള അവൻ്റെ വരവും കുറഞ്ഞു. കുറേ വർഷങ്ങൾക്ക് ശേഷം ജോണി വീണ്ടും മരത്തിനെ കാണാനായി എത്തി. അന്ന് ജോണി ഒരു പയ്യനായിരുന്നു. അല്പം മീശയൊക്കെ കുരുത്തിട്ടുണ്ട്. ജോണിയെ കണ്ടതും മരത്തിന് സന്തോഷമായി. വരൂ ജോണി, എത്ര നാളായി കണ്ടിട്ട്, എൻ്റെ ചില്ലകളിൽ ചാടിക്കളിച്ചോളൂ. അപ്പോൾ ജോണി പറഞ്ഞു, ഞാൻ ചില്ലകളിൽ ചാടിക്കളിക്കുന്ന പ്രായമൊക്കെ കഴിഞ്ഞു. എനിക്ക് പണത്തിൻ്റെ കുറച്ച് ആവശ്യമുണ്ട്. എന്നെ സഹായിക്കാമോ? മരം അല്പനേരം ചിന്തിച്ചു. എൻ്റെ ആപ്പിൾ എടുത്ത് മാർക്കറ്റിൽ വിറ്റോളൂ. അപ്പോൾ മോന് പണം കിട്ടുമല്ലോ. ജോണിക്ക് സന്തോഷമായി. ജോണി മരത്തിലുള്ള എല്ലാ ആപ്പിളും പറിച്ചെടുത്ത് തിരിഞ്ഞു നോക്കാതെ നടന്നു. ചില്ലകളിൽ ആപ്പിളെല്ലാം ഒഴിഞ്ഞെങ്കിലും മരത്തിന് സന്തോഷമായി. എനിക്ക് ജോണിയെ സഹായിക്കാൻ പറ്റിയല്ലോ. വർഷങ്ങൾ കടന്നുപോയി. ജോണി ഇപ്പോൾ കല്യാണമൊക്കെ കഴിച്ച് മുതിർന്ന ഒരു പുരുഷനായിട്ടുണ്ട്. ഒരു ദിവസം മരം നോക്കിയപ്പോൾ അതാ വീണ്ടും ജോണി. കുറേ നാളായി ജോണി അവിടെ കണ്ടിട്ട്. അയാൾ അല്പം ക്ഷീണിതനാണെന്ന് മരത്തിന് തോന്നി. വിഷമമൊക്കെ മുഖത്ത് കാണുന്നുണ്ട്. അവനെ കണ്ടതും മരം പറഞ്ഞു, വരൂ ജോണി മോനെ, എൻ്റെ തണലിലിരുന്ന് വിശ്രമിച്ചോളൂ. അപ്പോൾ ജോണി പറഞ്ഞു, അയ്യോ, എനിക്കതിനുള്ള ടൈമില്ല. ഞാൻ വീട് പണിയുടെ തിരക്കിലാണ്. എന്നെ സഹായിക്കുമോ? മരം കൂടുതലൊന്നും ചിന്തിച്ചില്ല. അതിനെന്താ, എൻ്റെ കൊമ്പുകൾ വെട്ടി നിന്റെ വീട് പണിതോ എന്ന് ജോണിയോട് പറഞ്ഞു. ഇത് കേൾക്കേണ്ട താമസം ജോണി കൊമ്പുകളെല്ലാം വെട്ടിയെടുത്ത് വീട് വെക്കാനായി കൊണ്ടുപോയി. ഇപ്പോൾ നമ്മുടെ മരത്തിൽ ആപ്പിളും ഇല്ല, ബ്രാഞ്ചസ് ചില്ലകളും ഇല്ല, ഒന്നുമില്ല. ആകെ ഒരു മരക്കുറ്റി മാത്രമായി മാറി. എങ്കിലും ജോണിയെ സഹായിച്ചതിൽ മരം സന്തോഷിച്ചു കൊണ്ടിരുന്നു. പിന്നെയും വർഷങ്ങൾ കടന്നുപോയി. ജോണി നടന്നു വരുന്നത് മരം ദൂരെ നിന്ന് തന്നെ കണ്ടു. അന്ന് ആ മരമില്ല, മരക്കുറ്റിയായി. മരക്കുറ്റി തന്നെ ജീർണിച്ച അവസ്ഥയിലാണ്. വൃദ്ധനായ ജോണിയെ കണ്ട് സങ്കടത്തോടെ മരം പറഞ്ഞു, ജോണി, എനിക്ക് നിന്റെ കയ്യിൽ ഒന്നും ബാക്കിയില്ല തരാനായി. ആപ്പിളുകളില്ല, ചില്ലകളില്ല നിനക്ക് കയറാൻ. എൻ്റെ കുറ്റി പോലും ജീർണിച്ച അവസ്ഥയിലാണ്. വൃദ്ധനായ നമ്മുടെ ജോണി പതുക്കെ പുഞ്ചിരിച്ചു. എനിക്കിപ്പോൾ അധികം ആവശ്യമില്ല. എനിക്കിരിക്കാനും വിശ്രമിക്കാനും ഒരു ശാന്തമായ സ്ഥലം മാത്രം മതി. ഇത് കേട്ട് മരത്തിന് സന്തോഷമായി. ഇരിക്കാൻ പറ്റിയ സ്ഥലമാണിവിടെ, ഇരുന്ന് വിശ്രമിച്ചോ. ജോണി അവിടെ ഇരുന്നതും മരത്തിന് വളരെ വളരെ സന്തോഷമായി. അങ്ങനെ ആ മരം അതിനുണ്ടായിരുന്നതെല്ലാം അവൾക്ക് പ്രിയപ്പെട്ട ജോണിക്ക് നൽകി. കൊടുക്കാൻ ഒന്നും ബാക്കിയില്ലെങ്കിലും കൊടുക്കലാണ് യഥാർത്ഥ സ്നേഹം എന്നോർപ്പിക്കുന്നതാണ് ഈ കഥ. കൂടുതൽ കഥകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.